സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ലൂക്കോസ് 15:24. ഈ എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകെട്ടിയിരിക്കുന്നു. അങ്ങനെ ആനന്ദിച്ചു തുടങ്ങി. ഇപ്പോൾ അവൻ വന്നതുകൊണ്ട് സന്തോഷിക്കുകയാണ്. അടുത്ത വാക്യം വായിക്കാം. അവന്റെ മൂത്ത മകൻ വയലിൽ ആയിരുന്നു. അവൻ വന്ന് വീടിനോട് അടുത്തപ്പോൾ വാദ്യവും നൃത്തഘോഷവും കേട്ടു. മൂത്ത മകൻ എവിടെ പോയിരുന്നു? വയലിൽ വേല ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അന്ന് അതായിരുന്നു പ്രധാനപ്പെട്ടതായ ജോലി. അങ്ങനെ ജോലി ചെയ്യുവാൻ വയലിലേക്ക് പോയിരിക്കുന്നു. തിരിച്ചു വന്ന സമയത്ത് വീട്ടിൽ ഭയങ്കര ബഹളമൊക്കെ കേൾക്കുന്നു. അതായത് ഭവനത്തിൽ വിരുന്നു നടക്കുകയാണ്. സംഗീത ഉപകരണങ്ങൾ വായിക്കുന്നു, നല്ല പാട്ടുകൾ കേൾക്കുന്നു, നല്ല സംഗീതം കേൾക്കുന്നു, നല്ല മസാലയുടെ സുഗന്ധം വരുന്നു. ബിരിയാണി ഉണ്ടായിരിക്കുന്നുമായിരിക്കും. മാംസം പാകം ചെയ്യുന്നു. വലിയ ആഘോഷങ്ങൾ നടക്കുകയാണ്. എന്താണ്, സാധാരണമായിട്ട് എവിടെയെങ്കിലും സംഗീതം കേൾക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും കോപം വരുമോ? എന്താണ്, സംഗീതം കേൾക്കുമ്പോൾ നമുക്ക് ദേഷ്യമുണ്ടാകുമോ? സംഗീതം കേൾക്കുമ്പോൾ നമ്മുടെ ഞരമ്പുകൾ റിലാക്സ് ആകാനിടയാകും. എന്നാൽ അത് വളരെ ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ കേൾക്കരുത്. ഈവൻ കൊച്ചുകുട്ടികളുള്ള വീട്ടിൽ പോലും നമ്മളിപ്പോൾ നല്ല ദൈവിക ഗാനങ്ങൾ വയ്ക്കുകയാണ് എങ്കിൽ, അവർക്ക് കേൾക്കുവാൻ കഴിയുന്നതായ മെല്ലെ ശബ്ദത്തിൽ വയ്ക്കുകയാണെങ്കിൽ ആ കുട്ടികൾക്കത് വളരെ റിലാക്സേഷൻ ആയിരിക്കും. അവർ അത് കേട്ട് സന്തോഷിക്കും, ഉല്ലസിക്കുന്നത് കാണാം. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ നിന്ന് രക്ഷയുടെ ഉല്ലാസ ഗീതങ്ങളാണ് കേൾക്കേണ്ടത്. അത് സംഗീതം കേട്ടിട്ട് കരയുന്ന ആളുകളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. വീട്ടിൽ വിരുന്നും ആഘോഷങ്ങളുമൊക്കെ നടക്കുന്നു. ആഘോഷങ്ങളും സംഗീതങ്ങളും നടക്കുമ്പോൾ മൂത്തപുത്രൻ വയലിൽ പോയിട്ട് ക്ഷീണിച്ചു വന്നിട്ട് ആഹാ എന്ന് ആനന്ദിക്കേണ്ടതായ വ്യക്തി എന്താണ് ചെയ്തത്? അത് കേട്ടിട്ട് ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ചിട്ട് ഇതെന്തു എന്ന് ചോദിച്ചു എന്ന് പറയുന്നു. ഈ വീട് ആരുടേതാണ്? അവൻ്റെ വീട്ടിലേക്ക് അവന് ചെല്ലാൻ കഴിയില്ലേ? എന്താണ്, ബാല്യക്കാരനെ വിളിച്ചിട്ട് ചോദിക്കേണ്ടത് എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. വേലക്കാരനെ വിളിച്ചിട്ട് അമ്മ ഇവിടെ പോയി എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? പറയൂ. ആ അമ്മയും നാണം കെടും, നീയും നാണം കെടും. ആ വേലക്കാരനെ വിളിച്ചിട്ട് ദേവദാസൻ എവിടെ പോയിരിക്കുന്നു എന്ന് പതിയെ പോയി നോക്കിയിട്ട് വരൂ. ആ ദേവദാസിനെ കുറിച്ചുള്ള വാർത്തകൾ CID പോലെ എനിക്ക് പറഞ്ഞു തരണം എന്ന് പറയുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണ് ആയിരിക്കുന്നത്? ഭാര്യയും ഭർത്താവിൻ്റെയും ഇടയിൽ സംശയവും പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര വിശ്വാസം ഇല്ലായ്മയും ഉണ്ടാകുന്നു. മൂത്ത മകൻ സ്വന്തം വീട്ടിലേക്ക് വന്നിട്ട് പാട്ട് കേൾക്കുന്ന സമയത്ത് അപ്പ എന്താണ് നടക്കുന്നത്, എന്താണ് ഇവിടെ എന്നാണ് ചോദിക്കേണ്ടത്. അതിന് ഭയപ്പെടേണ്ട കാര്യമില്ല. സ്വന്തം ഭവനമാണ്. സ്വന്തം ഭവനത്തിലേക്ക് കയറി വന്ന് ചോദിക്കുവാൻ അവന് മനസ്സ് വന്നില്ല. എന്താണ് പറയുന്നത്? അവനോട് നിന്റെ സഹോദരൻ വന്നോ? എപ്പോൾ എന്ന് ഓടിപ്പോയണ്ടേ? എന്റെ അനുജൻ വന്നിരിക്കുന്നു. ഇത്രയും നാൾ ഇവിടെ പോയെന്ന് അറിയില്ലായിരുന്നു. മരിച്ചുപോയെന്നാണ് വിചാരിച്ചത്, വഴിതെറ്റിപ്പോയെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അനുജൻ വന്നിരിക്കുന്നോ? സത്യമാണോ എന്ന് സന്തോഷിക്കേണ്ടതായ വ്യക്തി അനുജൻ വന്നോ എന്ന് കേട്ടപ്പോൾ അവന്റെ മുഖം വീർക്കുവാനിടയായി. എന്റെ സ്വത്ത് എനിക്ക് നൽകൂ എന്ന് പറഞ്ഞപ്പോൾ പിതാവ് എന്താണ് ചെയ്തത്? പിതാവ് എന്തു ചെയ്തെന്നാണ് ബൈബിളിൽ പറയുന്നത്? അത് ഭാഗം വെച്ചു കൊടുത്തു. അതായത് ആർക്കൊക്കെ കൊടുത്തു? ചോദിച്ചവനും കൊടുത്തു, ചോദിക്കാത്ത വ്യക്തിക്കും കൊടുത്തു. ചേട്ടന്റെ സ്വത്ത് അവന് ഭാഗം വെച്ചു കൊടുത്തു. അതുകൊണ്ട് അവൻ പിന്നീട് വഴക്കുണ്ടാക്കേണ്ടതായ കാര്യമില്ല. അവന്റെ ആസ്തി അവന്റെ കയ്യിൽ തന്നെയുണ്ട്. അനുജൻ കൊണ്ടുപോയി എന്ന് മാത്രം. എന്നാൽ ആ കാലത്ത് പിതാവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് അവകാശം എങ്ങനെയാണെന്ന് വെച്ചാൽ പിതാവിന്റെ പേരിലായിരിക്കും അവകാശമുള്ളത്. അതിൽ പിതാവിനൊരു ഭാഗം, മൂത്ത മകന് ഒരു ഭാഗം, ഇളയ മകനൊരു ഭാഗം. പിതാവ് മരിക്കുകയാണെങ്കിൽ ആ പിതാവിന്റെ ഭാഗം ആർക്ക് പോകുമെന്നറിയാമോ? മൂത്ത മകനായിരിക്കും പോകുന്നത്, മറ്റാർക്കും ലഭിക്കില്ല. കാരണം അത് ഭാഗം വെച്ചിരിക്കുന്നു. ഇരട്ടി ഭാഗം മൂത്ത മകനിൽ കിട്ടും. ഇപ്പോൾ അവന്റെ ദുഃഖം എന്താണ്? അവൻ വന്നിരിക്കുന്നു. എൻ്റെ അപ്പൻ ഈ സ്വത്തും അവന് കൊടുക്കുവാനിടയാകും. അവന്റെ സമ്പത്തെല്ലാം നശിപ്പിച്ചിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒന്നുമില്ലാത്തവനായി ഇവിടെ വന്ന് ഇരിക്കുകയാണ്. എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? അവന്റെ സമ്പത്ത് കൊണ്ടുപോയല്ലോ, ഇവന്റെ സമ്പത്ത് എടുത്തുകൊണ്ട് ഇവര് പോകാമല്ലോ. പിതാവിനെ സ്നേഹിച്ചത് കൊണ്ടാണോ?
ഒരിക്കലുമല്ല. ഇപ്പോൾ പിതാവ് എനിക്ക് തന്നിരിക്കുന്നു, അനിയനുമില്ല. ഇപ്പോൾ തിരിച്ചവൻ വന്നിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഇവന്റെ ഹൃദയം നിലച്ചതുപോലെയായി. നിന്റെ സഹോദരൻ വന്നിരിക്കുന്നു. സുഖത്തോടുകൂടി അവൻ വന്നതുകൊണ്ട് സന്തോഷത്താൽ പിതാവ് വിരുന്നൊരുക്കുകയാണ്. അപ്പോൾ ഇവൻ എന്താണ് പറഞ്ഞത്? എന്തുകൊണ്ടാണ് അവന് കോപമുണ്ടാകാനിടയായത്? ഇതിലെന്തുകൊണ്ടാണ് കോപിക്കുവാനിടയായത്? പിതാവ് സന്തോഷിക്കുന്നു അവന്റെ പുത്രൻ വന്നതിനാൽ. എന്തുകൊണ്ടാണ് കോപം വരാൻ കാരണം? എന്താണ്? കോപിച്ചിട്ട് വീട്ടിൽ കയറുന്നില്ല എന്ന്. വീട്ടിൽ കയറാതെ വെളിയിൽ കുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഇവനും അവനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എൻ്റെ ആസ്തി എനിക്ക് വേണമെന്ന് പറഞ്ഞ് അവൻ വഴക്കുണ്ടാക്കിപ്പോയി. എന്നാൽ അവകാശം വാങ്ങിയിട്ട് ഇറങ്ങിപ്പോകാത്ത വ്യക്തിയും ഇവിടെ വെളിയിൽ കുത്തിയിരിക്കുകയാണ്. എന്താണ്? ഈ കാലത്തും ഇങ്ങനെയുള്ള മനുഷ്യരാണ് ഉള്ളത്. വഴിതെറ്റിപ്പോയ ആൾ തിരിച്ചു വന്നേക്കാം, എന്നാൽ അടുത്തു തന്നെ നിൽക്കുന്ന വ്യക്തിക്ക് മാറ്റം ഉണ്ടാകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. പോട്ടെ, പിതാവിൻ്റെ സ്നേഹം പിതാവിൻ്റെ സ്നേഹമാണ്. പിതാവ് തെറ്റിപ്പോയതിനു വേണ്ടി വെളിയിലേക്ക് വരാനിടയായി. അതുപോലെ തന്നെ നോക്കൂ, ഇളയവനു വേണ്ടി വെളിയിലേക്ക് ഇറങ്ങി വന്നു. അടുത്ത വാക്യം നോക്കൂ. അപ്പൻ പുറത്തു വന്ന് അവനോട് അപേക്ഷിക്കുകയാണ്, അകത്തേക്ക് വാ മോനെ. എന്താടാ, ഞാനിപ്പോൾ സന്തോഷത്തോടെ ആയിരിക്കുന്ന സമയത്ത് നീ എന്താണ് വിഷമിക്കുന്നത്? വീണ്ടും അവൻ വന്നതുകൊണ്ട് ഞാൻ സന്തോഷിക്കുമ്പോൾ നിനക്കെന്താണ് ഇപ്പോൾ സംഭവിച്ചത്? മകനെ, ഞാൻ ഇപ്പോൾ സന്തോഷിക്കുന്നു, നീ ദയവ് ചെയ്ത് അകത്തേക്ക് വാ മോനെ. നോക്കൂ, വഴിതെറ്റിപ്പോയി അവൻ തിരിച്ചു വന്നു, നമുക്ക് സന്തോഷത്തോടെ ആയിരിക്കാം. അതുകൊണ്ട് നീ അകത്തേക്ക് വാ എൻ്റെ പ്രിയപ്പെട്ട മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ആ പിതാവ് വെളിയിലേക്ക് വന്നിട്ട് അവനോട് അപേക്ഷിക്കുകയാണ്. അപ്പൻ മകനോട് അപേക്ഷിക്കണമോ? ചെറുപ്പത്തിൽ അപേക്ഷിക്കും, ചോറ് കഴിക്കാനൊക്കെ പറഞ്ഞ്, സ്കൂളിൽ പോകാൻ പറഞ്ഞ്. എന്താണ്? ഇപ്പോൾ വളർന്നു വലുതായപ്പോൾ അവനോട് അപേക്ഷിക്കണമോ? അപ്പൻ പ്രായമായി കഴിഞ്ഞാൽ അപ്പനെ നോക്കേണ്ടതായ മക്കളോട് മക്കളാണ് അപേക്ഷിക്കേണ്ടത്, അപ്പനല്ല. അപേക്ഷിക്കുകയാണ്. വാ മോനെ, అగతేకి വാ മോനെ, ప్లీజ్ മോനെ. എന്താണ് പറയുന്നത് നോക്കൂ. എന്താണ്? ഞാൻ എന്തിനു വരണം? ഇത്രയും വർഷമായിട്ട് ഞാൻ നിന്നെ സേവിക്കുകയായിരുന്നല്ലോ. എന്താണ് സേവിച്ചത്? എന്താണ് സേവിച്ചത്? അപ്പനോടൊപ്പം സുഖമായിരുന്നു. ഇത്രയും വർഷം അപ്പനോടൊപ്പം അവൻ സുഖമായി ജീവിച്ചു. അവനാണെങ്കിൽ പന്നികളുടെ കൂടെ ജീവിച്ചു, ചീത്ത കൂട്ടുകെട്ടുകളിലായിരുന്നു. ആരാണ് സുഖമായിരിക്കുന്നത്? പിതാവിനോടൊപ്പം താമസിച്ചവനാണോ പന്നികളോടൊപ്പം താമസിച്ചവനാണോ? ഇപ്പോൾ പറയൂ. പിതാവിനോടൊപ്പം താമസിക്കുമ്പോൾ മകനാണോ അത് നല്ലത്, അപ്പനാണോ അത് നന്മ? മകനാണ് നന്മ. അപ്പനോടൊപ്പം ആയിരിക്കുന്നത് കൊണ്ട് നിനക്ക് സന്തോഷമുണ്ട്, നിനക്ക് സമാധാനമുണ്ട്, നിനക്ക് ആനന്ദമുണ്ട്. നോക്ക്, അതെല്ലാം മറന്നിട്ടിവിടെ എന്താണ് പറയുന്നത്? ഞാൻ നിന്നെ സേവിക്കുകയായിരുന്നു. നിന്റെ കൽപ്പന ഒന്നും തന്നെ ഞാൻ അനുസരിക്കാതിരുന്നിട്ടില്ല. ഇവനും വേറെ കൂട്ടുകാരൊക്കെ ഉണ്ട്. ഇത്രയും നാൾ നമുക്കത് അറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണത് വെളിയിൽ വന്നിരിക്കുന്നത്. എങ്കിലും എൻ്റെ സ്നേഹിതന്മാരോടൊപ്പം സന്തോഷിക്കുവാൻ നിങ്ങൾ എനിക്ക് ഒരാട്ടിൻകുട്ടിയെ പോലും നൽകിയിട്ടില്ല. നീ പിതാവിൽ സന്തോഷിക്കുകയാണോ, അതോ നിനക്ക് കൂട്ടുകാരുമൊത്ത വ്യക്തിപരമായ ജീവിതം വേറെയുണ്ടോ? ഡ്യൂപ്ലിക്കേറ്റ് ലൈഫാണത്. പിതാവിൻ്റെ അടുക്കൽ പിതാവ് പറയുന്നത് കേൾക്കും, വെളിയിൽ പോകുമ്പോൾ ഇവൻ ആരെയാണ് കേൾക്കുന്നത്? എന്താണ്? യേശുക്രിസ്തുവിൽ സന്തോഷിക്കുന്ന വ്യക്തി മറ്റേതെങ്കിലും വിഷയത്തിൽ സന്തോഷിക്കുവാൻ ഇടയാകുമോ? യേശുക്രിസ്തുവെ, ഞാൻ നിന്നിൽ ആശ്രയിക്കുകയാണ്. എത്രയോ മീറ്റിങ്ങുകളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒരു ദിവസമെങ്കിലും എൻ്റെ കൂട്ടുകാരോടൊപ്പം സന്തോഷിക്കുന്നതിനായിട്ട് ഒരു ഹോട്ടലിൽ പോലും നീ എന്നെ പറഞ്ഞുവിട്ടിട്ടേ ഇല്ലല്ലോ. എന്താണ്? മറ്റെവിടെയാണ് നിനക്ക് സന്തോഷമുള്ളത്? പിതാവിൻ്റെ സന്നിധിയിലാണ് നിന്റെ സന്തോഷം. അപ്പോൾ ഇവൻ യഥാർത്ഥമായി പിതാവിൽ സന്തോഷിച്ചോ? യഥാർത്ഥമായി ഇവൻ പിതാവിനെ സ്നേഹിച്ചിരുന്നോ? യഥാർത്ഥമായി പിതാവിനെ സേവിച്ചിരുന്നോ? യഥാർത്ഥമായി അവൻ പിതാവിൽ ആനന്ദിച്ചിരുന്നോ? നീ എനിക്ക് ഇതുവരെ ഒരു ആട്ടിൻകുട്ടിയെപ്പോലും തന്നിട്ടില്ലല്ലോ. കുറ്റം ആരോപിക്കുകയാണിവിടെ. ദൈവം എനിക്ക് എന്തു ചെയ്തു എന്ന് ചോദിച്ചവർ കൈയുയർത്താൻ പറഞ്ഞാൽ ആരും കൈയുയർത്തില്ല. ഏതെങ്കിലും ഒരു ദിവസം ചോദിക്കും, ഈ ദൈവം എനിക്ക് എന്താണ് ചെയ്തത്?
കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് എനിക്ക് എന്തു കിട്ടി എന്ന് പറയുന്നവർ അനേകം ആളുകളുണ്ട്. എന്ന് പറഞ്ഞ് കർത്താവിനെ കുറ്റപ്പെടുത്തുന്ന അനേകം ആളുകളുണ്ട്. ദൈവത്തിന്റെ സേവ ചെയ്തിട്ട് നിനക്ക് എന്തു കിട്ടി എന്ന് പലപ്പോഴും എൻ്റെ ഉള്ളിൽ നിന്നും പലപ്പോഴും ചോദിക്കാറുണ്ട്. ഞാൻ പറയും, മിണ്ടായിരിക്കും. യേശുവിനെ സേവിക്കുന്നത് എന്തെങ്കിലും കിട്ടുന്നതിന് വേണ്ടിയാണ്. നീ ജീവിച്ചിരിക്കുന്ന ഭാഗ്യം എന്താണ്? ഇപ്പോൾ ഞാൻ എന്തായിരിക്കുന്നതോ അത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ്. ദൈവത്തെ വിട്ടുകളഞ്ഞാൽ അതൊന്നും എനിക്ക് ലഭിക്കുകയില്ല. ബൈബിൾ വിട്ടുകളഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകാനിടയാകില്ല. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നന്മയ്ക്ക് കാരണം, ഇന്ന് ഞാൻ വിലപ്പെട്ട ഒരു വ്യക്തിയായി കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതം അനേകർക്ക് അനുഗ്രഹമായി തീരുന്നതിൻ്റെ കാരണം ഈ ബൈബിൾ എന്നെ ജീവിപ്പിക്കുന്നു. ഞാൻ ഇതിൽ നിന്നും പ്രസംഗിക്കുമ്പോൾ അത് അനേകരെ ജീവിപ്പിക്കാനിടയാകും. കഴിഞ്ഞ ദിവസം ആകസ്മികമായൊരു വാട്സപ്പ് മെസ്സേജ് കാണാനിടയായി. ഭർത്താവ് മരിച്ചുപോയി. ഭർത്താവിൻ്റെ വീട്ടുകാർ എല്ലാം കൂടി എന്നെ ഇറക്കിവിട്ടു, സമ്പത്തെല്ലാം തട്ടിയെടുത്തു. അതുപോരാതെ എൻ്റെ ജീവിതത്തിൽ തെറ്റായ ബന്ധങ്ങളുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അവിഹിത ബന്ധങ്ങൾ ഉള്ള സ്ത്രീയാണെന്ന് പറഞ്ഞ് എൻ്റെ മേൽ കുറ്റം ചുമത്തിക്കൊണ്ട് എന്ന് പറഞ്ഞ് നിന്ദിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നു. എൻ്റെ മൂത്ത മകൾ 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവളുടെ ജീവിതത്തിൽ അത്രമാത്രം സങ്കടകരമായി. എൻ്റെ മൂത്ത മകളും എന്നെ ഇപ്പോൾ വഴക്കു പറയുന്നു. ഞാൻ നല്ലവളല്ല എന്ന് പറഞ്ഞ് എൻ്റെ മകളോടും പറഞ്ഞുകൊടുത്ത് അവളുടെ മനസ്സ് മാറ്റിയിരിക്കുന്നു. ഞാനിനി എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഞാനും എൻ്റെ 2 മക്കളും കൂടി വിഷം കഴിച്ച് മരിക്കുവാൻ തീരുമാനിക്കുന്നു. ആ സമയത്ത് ദൈവവചനം കേൾക്കുവാനിടയായി. ദൈവം ഞങ്ങളെ തൊടുവാനിടയായി. ദൈവം ഞങ്ങൾക്ക് പ്രത്യാശ നൽകി. ഞങ്ങളെ തീരുമാനം മാറ്റി. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് ജീവിക്കുവാൻ ഒരു വഴിയുമില്ല, കഴിക്കുവാൻ നല്ല ഭക്ഷണം പോലുമില്ലാത്ത അവസ്ഥ, ആശ്രയം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ആത്മഹത്യ ചെയ്തു കളയാം എന്ന് തീരുമാനിച്ച സമയത്ത്, ആ തക്ക സമയത്ത് ദൈവം തൻ്റെ വചനത്തിൽ കൂടി സംസാരിച്ചു എന്ന് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടായി. മരിക്കുവാൻ പോകുന്ന ആളുകളെ ദൈവത്തിന്റെ വചനം എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത്? പ്രത്യാശ നഷ്ടപ്പെട്ട ആളുകളെ ദൈവവചനം എങ്ങനെ ജീവിപ്പിക്കുന്നു എന്ന് കേട്ടപ്പോൾ അതിശയം തോന്നി. ഇതെല്ലാം പിതാവിനോടൊപ്പമായിരിക്കുന്ന മക്കൾക്ക് ലഭിക്കുന്ന ഭാഗ്യമാണ്. അവർക്ക് ലഭിക്കുന്നതായ ശ്രേഷ്ഠതയാണ്. ദൈവത്തോടൊപ്പം നാം ആയിരിക്കുമ്പോൾ എനിക്കൊന്നും കിട്ടിയില്ല എന്ന് കരയാൻ പാടില്ല. ദൈവം നിന്നോടൊപ്പം ഉണ്ടെങ്കിൽ നിനക്ക് മറ്റ് എന്താണ് വേണ്ടത്? കർത്താവേ നിന്റെ കൂടെ ഉണ്ടായിരിക്കുമ്പോൾ എൻ്റെ സ്നേഹിതന്മാരുടെ കൂടെ പോകാൻ എനിക്ക് കഴിഞ്ഞില്ല എന്തുകൊണ്ടാണ് പരാതിപ്പെടുന്നത്? കർത്താവിൻ്റെ സന്നിധി നാം ആയിരിക്കുമ്പോൾ പിന്നെ എവിടെയാണ് നിന്റെ ലോകം? എവിടെയാണ് നിന്റെ സമാധാനം? എവിടെയാണ് സന്തോഷം? ആ മുടിയനായ പുത്രന് പിതാവിന്റെ വില അറിയില്ലായിരുന്നു. അവൻ പിതാവിനോടൊപ്പം താമസിച്ചിരുന്നെങ്കിൽ പന്നി തിന്നേണ്ടതായ തീറ്റി അവന് തിന്നേണ്ടി വരില്ലായിരുന്നു. ഞാൻ പിതാവിനോടൊപ്പം ആയിരുന്നത് കൊണ്ടാണ് വഴിതെറ്റിപ്പോകാതെ എനിക്ക് സന്തോഷിക്കുവാൻ, ആനന്ദിക്കുവാൻ കഴിഞ്ഞത്. അതെല്ലാം മറന്നിട്ട് ഇത്രയും നാൾ ഞാൻ നിന്നെ സേവിച്ചു. നിന്റെ കൽപ്പനകൾ ഞാൻ അനുസരിച്ചിരുന്നില്ലേ? കൽപ്പനകൾ അനുസരിച്ചാൽ ആർക്കാണ് അനുഗ്രഹം? റോഡിൽ ട്രാഫിക് പോലീസ് സ്റ്റോപ്പ് കാണിച്ചു. അപ്പോൾ ആ ബോർഡ് കണ്ടിട്ട് നിന്നു. പറയുകയാണ്, ഞാൻ നിന്നില്ലേ, കണ്ടില്ലേ? നിങ്ങൾ ബോർഡ് കാണിച്ചപ്പോൾ ഞാൻ നിന്നു, ഞാൻ അനുസരിച്ചു. ഞാൻ അങ്ങനെ അനുസരിച്ചതുകൊണ്ട് എനിക്ക് എന്തു നൽകും പറയൂ? എടാ, നീ നിന്നതുകൊണ്ടാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നത്. സ്റ്റോപ്പ് ബോർഡ് കാണാതെ പോവുകയായിരുന്നെങ്കിൽ എന്തു പറ്റുമായിരുന്നു? വണ്ടി ഇടിച്ച് മരിക്കുമായിരുന്നു. നിയമം ഉള്ളത് നിന്റെ ക്ഷേമത്തിനു വേണ്ടിയാണ്. നിയമം പാലിക്കാതിരുന്നാൽ എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്? എന്താണ് സംഭവിക്കുന്നത്? ഇന്ന് നോക്കുക, മനുഷ്യനെ പാപം എങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത്. നമുക്ക് സാമ്പിൾ കാണിച്ചു തരികയാണ്. ഒരു പാർട്ടിക്കാർ ഭരിക്കുമ്പോൾ മറ്റുള്ളവർ കുറ്റം ആരോപിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല. എന്നാലും തീർച്ചയായും അഴിമതിയും വെട്ടിപ്പുമെല്ലാം ഉള്ളതുകൊണ്ടല്ലേ ഇതെല്ലാം സംഭവിക്കുന്നത്. 7 വർഷം കഴിഞ്ഞാലും 8 വർഷം കഴിഞ്ഞാലും തെറ്റുകൾ കണ്ടുപിടിച്ച് അവരെ ജയിലിൽ അടയ്ക്കുമ്പോൾ വലിയ ആളുകൾ പോലും ശിക്ഷിക്കപ്പെടുന്നതായിട്ട് കാണാം. ഈ പാപം നമ്മളെ പിടിക്കാനിടയാകും. നാം കർത്താവിൽ ആയിരിക്കുമ്പോൾ എന്തെങ്കിലും നമുക്ക് നന്മയുണ്ടെങ്കിൽ അവൻ്റെ ദയ കൊണ്ട് മാത്രം കിട്ടിയതാണ്. മറ്റൊന്നും നാം അവനോട് ചോദിക്കാൻ പാടില്ല. എപ്പോഴും ദൈവമേ നിന്റെ സന്നിധിയിലിരിക്കണമോ? കുറച്ചു നേരം സിനിമ കാണാൻ എന്നെ വിടത്തില്ലേ? ഒരു സിനിമ കാണാൻ പോലും എന്നെ വിടുകയില്ലേ എന്ന് കുറ്റം ആരോപിച്ചാൽ എന്തു പറ്റും? നീ എൻ്റെ സ്നേഹിതരോടൊപ്പം സന്തോഷിക്കുന്നതിന് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ പോലും നൽകിയിട്ടില്ലല്ലോ. പിന്നെന്താണ്? ആ വേശ്യമാരോട് കൂടി നിന്റെ മുതൽ തിന്നുകളഞ്ഞ ഇവനെങ്ങനെയാണ് ആ കാര്യമൊക്കെ മനസ്സിലായത്? ഇവൻ തിരക്കിയപ്പോൾ ആരോ പറഞ്ഞു കൊടുത്തു, എടാ നിന്റെ അനുജൻ വേശ്യമാരോടൊപ്പം കറങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് കേട്ട് എന്താണ് ഇവൻ വിചാരിച്ചത്? പോയി തൊലയട്ടെ. അനുജൻ വേശ്യമാരുടെ അടുക്കൽ പോകുന്നുണ്ട്. അത് കേൾക്കുന്ന ചേട്ടൻ എന്താണ് ചെയ്യേണ്ടത്? അവനത് ചോദിക്കേണ്ടതല്ലയോ? അല്ലെങ്കിൽ പോയി അപ്പനോട് പറയണമോ? കയ്യിനെ നിന്റെ സഹോദരൻ എവിടെ? എന്താണ് പറഞ്ഞത്? അതേ, കാവൽക്കാരനാണ്.
ഓരോ ചേട്ടനും അനുജന്റെ കാവൽക്കാരനാണ്. ഓരോ ചേച്ചിയും അനുജത്തിയുടെ കാവൽക്കാരിയാണ്. ഓരോ ഭർത്താവും ഭാര്യയുടെ കാവൽക്കാരനാണ്. ഓരോ ഭാര്യയും ഭർത്താവിൻ്റെ കാവൽക്കാരിയാണ്. നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് ദൈവം ഇത് നിയമിച്ചിരിക്കുന്നത്. നമ്മുടെ ഇഷ്ടം പോലെ ജീവിക്കാൻ നമുക്ക് കഴിയില്ല. മാതാപിതാക്കൾ മക്കളുടെ കാവൽക്കാരാണ്. എനിക്കെന്താണ് ആവശ്യം? എൻ്റെ അനുജൻ നശിച്ചു പോയാൽ എനിക്കെന്താണ് എന്ന് പറയുന്നതായ മനസ്സ് ഒരിക്കലും പിതാവിൻ്റെ മനസ്സല്ല. പിതാവിനോടൊപ്പമായിരുന്നിട്ടും അവന് പിതാവിൻ്റെ മനസ്സ് ഇല്ല. അനുജൻ വേശ്യകളോടൊപ്പം പോകുന്നു എന്ന വിഷയം അറിഞ്ഞിട്ടും അതിന് യാതൊരു പരിഹാരവും അവൻ കണ്ടുപിടിച്ചില്ല. ആ യോസേഫിൻ്റെ സഹോദരന്മാർ ദുർമാർഗികളായി ജീവിച്ചപ്പോൾ എന്താണ് അവിടെ ചെയ്തത്? എനിക്കെന്ത് വേണം എന്ന് വിചാരിച്ചോ? അവൻ അതിൽ ഭാഗവക്കായതുമില്ല. ചേട്ടന്മാരോട് കൂടി അവൻ ചീത്തയായില്ല. ചേട്ടന്മാർ ചീത്ത ചെയ്യുകയാണെങ്കിൽ അനുജനും അങ്ങനെ ചെയ്യേണ്ടതാണ്. എന്നാൽ യോസേഫ് അങ്ങനെ ചെയ്തില്ല. യോസേഫ് അതിൽ കൂടാനിടയായില്ല. എന്താണ്? തിരിച്ചു വന്നിട്ട് പിതാവിനോട് പറയാനിടയായി. അതാണ് അവൻ്റെ ഉത്തരവാദിത്തം. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൻ്റെ മധ്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ, എവിടെയെങ്കിലും തെറ്റായ കാര്യങ്ങൾ നടന്നാൽ, ഒരു പെൺകുട്ടി ആൺകുട്ടിയോട് സംസാരിച്ചാൽ, ആരെങ്കിലും വചനം കേൾക്കാതെ ഉറങ്ങുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ സന്നിധിയെ മിസ്യൂസ് ചെയ്യുകയാണെങ്കിൽ, എന്താണ്? അനാവശ്യമായ സ്നേഹബന്ധത്തിൽപ്പെട്ടാൽ, അനാവശ്യമായ വിഷയങ്ങൾ സംസാരിച്ചാൽ, നിങ്ങൾ ആരെങ്കിലും അത് കാണുകയാണെങ്കിൽ, അറിയുകയാണെങ്കിൽ, എനിക്കെന്താണ് ആവശ്യം എന്ന് പറയുമോ? അല്ലെങ്കിൽ വാട്സപ്പിൽ ഇട്ടിട്ട് നാട്ടുകാരെ മുഴുവൻ കാണിക്കുമോ? എന്താണ്? നിനക്ക് ആരുടെങ്കിലും കോപമുണ്ടെങ്കിൽ അവനോട് സംസാരിക്കുക, അല്ലാതെ നാട്ടുകാരെ മുഴുവൻ എന്തിനാണ് പറഞ്ഞറിയിക്കുന്നത്? ദൈവദാസനോട് നിനക്ക് കോപമുണ്ടെങ്കിൽ ദൈവദാസിന്റെ അടുക്കൽ ചെന്ന് സംസാരിക്കൂ. കൂട്ടുകാരനോട് എന്തെങ്കിലും ഭിന്നാഭിപ്രായമുണ്ടെങ്കിൽ അവന്റെ അടുക്കൽ ചെന്നിട്ടത് സംസാരിക്കുക. എന്നാൽ നിനക്കും കൂട്ടുകാരനും മധ്യയുള്ള കാര്യങ്ങൾ രഹസ്യമായി വെക്കാതെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇട്ട് നാട്ടുകാരെ മുഴുവൻ കാണിക്കുന്ന ഒരിക്കലും ന്യായമുള്ളതല്ല. ഇത് ശരിയല്ല. ഒരു ദൈവദാസൻ തെറ്റ് ചെയ്താൽ എല്ലാ ദൈവദാസന്മാരും ഇങ്ങനെയാണെന്ന് പറയുന്നത്, ഒരു ക്രിസ്ത്യാനി തെറ്റ് ചെയ്താൽ എല്ലാ ക്രിസ്ത്യാനികളും ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്നത്, അത് സമൂഹത്തിന് തെറ്റായ സന്ദേശമാണ് കൊടുക്കുന്നത്. തെറ്റായ ചിന്തയാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ അവർക്കെതിരായിട്ട് നിങ്ങൾ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ അവർക്കെതിരായിട്ട് അനാവശ്യമായ വ്യാഖ്യാനങ്ങൾ ചെയ്യുവാനോ കമൻസ് ചെയ്യുവാനോ മുതിരരുത്. പറയേണ്ടവനോട് തന്നെ പറഞ്ഞു. ആരോടാണ് പറഞ്ഞത്? വീട്ടിൽ ചെന്നിട്ട് പിതാവിനോട് പറഞ്ഞു. വീട്ടിലെ ഉത്തരവാദിത്തം ആർക്കാണുള്ളത്? പിതാവിന്. സഭയിലെ ഉത്തരവാദിത്തം ആർക്കാണ്? ദൈവദാസനാണ് ഉത്തരവാദിത്തം. എന്നോട് ചില ആളുകൾ പറയുന്ന സമയത്ത് ആഹാ എന്ന് വിചാരിക്കും. പോലീസുകാർക്ക് കള്ളന്മാരെ പെട്ടെന്ന് പിടികിട്ടില്ല. പോലീസുകാർക്ക് എങ്ങനെ പിടിക്കാൻ കഴിയും? അവർ വരുമെന്നറിഞ്ഞാൽ ഇവർ ജാഗ്രതയോടെ ആയിരിക്കുമല്ലോ. അതുപോലെ പാസ്റ്ററിന് മുൻപിൽ എല്ലാവരും പ്രൈസ് ലോർഡ് പാസ്റ്റർ, പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ്, എല്ലാവരും നല്ലവരാണ്. അതുകൊണ്ട് നമുക്കറിയാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളത് കാണുകയാണെങ്കിൽ കണ്ടിട്ട് കാണാത്ത രീതിയിലായിരിക്കരുത്. എന്തുകൊണ്ടെന്നാൽ പകർച്ചവ്യാധി പോലെ അതെല്ലാവരിലേക്കും. യഥാർത്ഥത്തിൽ അവിശ്വാസത്തിന്റെ സംസാരം, കുറ്റപ്പെടുത്തുന്ന വാക്കുകൾ നാം കേൾക്കുവാൻ പാടില്ല. കേട്ടാൽ ഉടനെ തന്നെ നിന്നെ അത് സ്വാധീനിച്ചില്ല എങ്കിൽ പോലും, നീ ബലഹീനമായിരിക്കുമ്പോൾ, പ്രാർത്ഥിക്കാത്ത ഒരു അവസ്ഥയിൽ ഇരിക്കുന്നതായിട്ടുള്ള സമയത്ത്, നിനക്ക് ഏതെങ്കിലും ഒരു പ്രശ്നം ഉള്ളപ്പോൾ നിരാശയിലും ഭാരത്തിലും ആയിരിക്കുന്നതായ സമയത്ത് ഇതെല്ലാം റിവേഴ്സായിട്ട് വരുവാൻ ഇടയാകും. പ്രതിരോധശേഷി നല്ലതായിരിക്കുമ്പോൾ ഇൻഫെക്ഷൻസ് ഉണ്ടാകാനിടയില്ല. പ്രതിരോധശക്തി കുറയുമ്പോഴാണ് എന്താണ് ആ സമയത്ത് എന്തെങ്കിലും വന്ന് അറ്റാക്ക് ചെയ്യാനിടയാകുന്നത്. അതുകൊണ്ടാണ് നാം വിശ്വാസ ജീവിതത്തിൽ ആയിരിക്കുമ്പോൾ ഏതെങ്കിലും കയ്പുള്ളതായിട്ടുള്ള വേര്, കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ എവിടെയെങ്കിലും ഉണ്ട് എന്ന് ശ്രദ്ധിക്കുക. കയ്പ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ്. കയ്പെന്ന് പറഞ്ഞാൽ അത് ചീത്തയാണ്, അനാവശ്യമായുള്ളത്. അത് മുളച്ചാൽ പിന്നെ അത് അവിടെ നിന്ന് പതിയെ വളർന്നു വരുവാൻ ഇടയാകും. അതിൽ നിന്ന് തിന്മയുടെ ഫലമുണ്ടാകും. അതുകൊണ്ട് പേരിന് മാത്രമുള്ള ക്രിസ്ത്യാനികളാകാൻ പാടില്ല. പിതാവിൻ്റെ വാക്കുകളെ സ്നേഹത്തോടെ അനുസരിക്കാം. പിതാവിൻ്റെ വചനങ്ങളെ സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാം. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്വയനീതിയോടുള്ള മനസ്സ് നിനക്കുണ്ടോ? ദൈവത്തോട് പിറുപിറുക്കുന്ന മനസ്സ് നിനക്കുണ്ടോ? എൻ്റെ സകലതും നിനക്കാണ്, ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ട്. എത്ര ആശ്വസിപ്പിക്കുന്ന സ്നേഹമുള്ള വാക്കുകളാണ് പിതാവ് പറയുന്നത്. നിങ്ങളെപ്പോഴും എൻ്റെ കൂടെ ഇരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കും. ഞാൻ പോയതിന് ശേഷം വീണ്ടും വന്നിട്ട് നിങ്ങളെ ചേർത്തുകൊള്ളും.
കർത്താവ് നമുക്ക് വേണ്ടി സ്ഥലം ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ, കർത്താവ് നമുക്ക് വേണ്ടി സ്വർഗീയ നിവാസങ്ങൾ, ഭവനങ്ങൾ ഒരുക്കുമ്പോൾ, ഈ ലോകത്തിലെ വീടുകൾക്ക് വേണ്ടി വഴക്കുണ്ടാക്കുകയാണോ? സഹോദരങ്ങൾ സ്വത്തിനു വേണ്ടി വഴക്കുണ്ടാക്കുകയാണോ? പണത്തിനു വേണ്ടി കലഹം ഉണ്ടാക്കുകയാണോ? അയ്യോ, ഇതെത്ര നീചമായ കാര്യമാണ്. നിന്റെ അനുജനെ സ്നേഹിക്കുന്ന മനസ്സ് നിനക്കുണ്ടോ? നിന്റെ ചേട്ടനെ ബഹുമാനിക്കുന്ന സ്വഭാവം നിനക്കുണ്ടോ? സഹോദരങ്ങൾ തമ്മിൽ ഐക്യത നിങ്ങളുടെ ഭവനത്തിലുണ്ടോ? സഹോദരിമാർ തമ്മിൽ ഐക്യത ഉണ്ടോ? ഒരേ ഭവനത്തിൽ ഒരേ മാതാപിതാക്കൾക്ക് ജനിച്ചതായ നാം എന്തുകൊണ്ടാണ് വഴക്കടിക്കുന്നത്? നമ്മുടെ പിതാവ് സ്വർഗീയ പിതാവാണെങ്കിൽ, നമ്മുടെ പിതാവ് കർത്താവ് യേശുക്രിസ്തു ആണെങ്കിൽ, അവന്റെ മനസ്സല്ലേ നമുക്കുണ്ടായിരിക്കേണ്ടത്? അവന്റെ വിത്താണല്ലോ നമ്മിൽ ഉണ്ടായിരിക്കേണ്ടത്. കർത്താവേ, എന്നെ നിന്നെപ്പോലെ തന്നെ ആക്കണമേ. നിന്റെ സന്നിധിയിലായിരിക്കുന്നു, നിന്നോടൊപ്പം ആയിരിക്കുന്നു. നിന്റെ സന്നിധിയിലിരുന്ന് നിന്റെ വചനം തുറന്ന് ഞാൻ വായിക്കുന്നു. കർത്താവെ, പ്രാർത്ഥിക്കുന്നു. നിന്റെ പൈതലാണെന്ന് പറഞ്ഞ് നിന്റെ സാക്ഷിയായിട്ട് ജീവിക്കുന്നു. എന്നാൽ എൻ്റെ മനസ്സ് വേറെ രീതിയിലായിരിക്കുന്നു. പാപികളെ കാണുമ്പോൾ, ബലഹീനരെ കാണുന്ന സമയത്ത്, എന്നേക്കാൾ അനുഗ്രഹിക്കപ്പെട്ട ആളുകളെ കാണുമ്പോൾ എന്നിൽ അസൂയ ഉണ്ടാകുന്നു, എന്നിൽ ദേഷ്യം ഉണ്ടാകുന്നു, എന്നിൽ അസമാധാനമുണ്ടാകുന്നു. സ്നേഹമുണ്ടാക്കുന്ന മനസ്സ് എനിക്ക് നൽകണമേ ദൈവമേ. തെറ്റിപ്പോയവരെ കാണുമ്പോൾ എനിക്കെന്താണ് എന്ന് പറയുന്നതിന് പകരമായി അവരെ കർത്താവിലേക്ക് നടത്തുവാനുള്ള ആഗ്രഹം നൽകണമേ. പിതാവിൻ്റെ വീട്ടിൽ സമൃദ്ധിയായ ആഹാരമുണ്ട്. പിതാവിൻ്റെ വീട്ടിൽ സമൃദ്ധിയായ സന്തോഷം ഉണ്ട്. പിതാവിൻ്റെ ഭവനത്തിൽ സകല ആവശ്യങ്ങളും നിറവേറാനിടയാകും. എല്ലാ വ്യക്തികളും പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഈ ദിവസം ഒരിക്കൽ കൂടി ഞങ്ങളെ നീ നോക്കണമേ. കർത്താവേ, എത്രയോ പേർ തെറ്റായ വഴിയിൽ ജീവിക്കുന്നു. എത്രയോ പേർ പാപം ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ജീവിക്കുന്നവരുണ്ട്. പ്രതികൂലത്തിലായവരുണ്ട്, രോഗത്തിൽ കിടക്കുന്നവരുണ്ട്, അനാരോഗ്യത്തിൽ മരണക്കിടക്കയിലായിരിക്കുന്ന അനേകർ ഉണ്ട്. സകലതും നഷ്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്ന അനേകായിരങ്ങളുണ്ട്. കർത്താവേ, അങ്ങനെയുള്ളവരെ കർത്താവിലേക്ക് നടത്തുവാനുള്ള ആഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. നശിച്ചു പോകുന്ന ആളുകളെ കണ്ടിട്ട് മുഖം തിരിച്ചു പോകുന്ന സ്വഭാവം ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റണമേ ദൈവമേ. നാശത്തിലേക്ക് പോകുന്ന ആളുകളെ രക്ഷിക്കുവാനുള്ള ആഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. തെറ്റായ മാർഗത്തിൽ ജീവിക്കുന്നവരെ ദൈവത്തിന്റെ മാർഗത്തിലേക്ക് നടത്തിക്കുകയാണെങ്കിൽ ഒരു ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ഞങ്ങളുടെ കണ്ണിന് മുൻപിൽ തന്നെ ഞങ്ങളുടെ സ്നേഹിതർ, ഞങ്ങളുടെ ബന്ധുക്കാർ, കുടുംബക്കാർ, സഭ അംഗങ്ങൾ അനേകർ കർത്താവെ നശിച്ചു പോകുന്നു. അനേകർ പരസ്പരം കുറ്റം വിധിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഒരാളോട് ഒരാൾ വഴക്കുണ്ടാക്കുന്ന കർത്താവേ, ഒരാൾക്ക് നേരെ ഒരാൾ കേസ് കൊടുക്കുന്ന രീതിയിൽ പോലും ആയിരിക്കുന്നു കർത്താവേ. ഈ അന്ത്യനാളുകളിൽ നിന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കണമേ. മാറാത്ത ഭർത്താവിനെ മാറ്റണമേ. മാറ്റം വരാത്ത ഭാര്യയെ മാറ്റണമേ. മാനസാന്തരപ്പെടാത്ത ആൺമക്കളെയും പെൺമക്കളെയും മാനസാന്തരപ്പെടുത്തണമേ. അവർ കുടുംബമായിട്ട് ജീവിക്കാൻ സഹായിക്കണം. ഞാനും എൻ്റെ കുടുംബവുമോ ഞങ്ങളെ യഹോവയെ സേവിക്കും എന്നുള്ള സാക്ഷ്യമുള്ള കുടുംബങ്ങളെ നൽകണമേ. ഞങ്ങളെ എല്ലാവരെയും അതിനെ സഹായിക്കണമേ. ഞങ്ങളുടെ ഭവനത്തിൽ ആരും പിശാചിന്റെ പക്ഷത്തായിരിക്കുവാൻ പാടില്ല. വഴിതെറ്റിപ്പോയ അനേകം ആളുകളുണ്ട്. വ്യഭിചാരത്തിന് അടിമകളായ ആളുകൾ, മദ്യപാനത്തിന് അടിമകളായ ആളുകൾ, മയക്കുമരുന്നിന് അടിമയായി പോയ ആളുകൾ, പാപപ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ഇന്ന് നസ്രയനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആ ക്രൂശിന്റെ സ്നേഹത്തിലേക്ക് ആകർഷിക്കണമേ ദൈവമേ. ആ മുടിയനായ പുത്രൻ സുബോധം വന്നപ്പോൾ തിരിച്ചു വന്നതുപോലെ അവർ തിരിച്ചു വന്ന് അവരുടെ ജീവിതം നയിക്കുവാൻ അവരെ എല്ലാവരെയും സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ,
യേശുവേ യേശുവേ യേശുവേ